ഹായ് ഓൾ. നിങ്ങൾ ഓവറായിട്ട് വർക്ക് ചെയ്ത് നിങ്ങളുടെ ആരോഗ്യം കളയുകയാണോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിയന്തര സന്ദേശമാണിത്. എന്തിനാണ് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നത്? കുറച്ചേറെ നാളായിട്ട് നിങ്ങൾ റെസ്റ്റ് എടുക്കാതെ നിങ്ങൾ ഓവർ ബേർഡനാണ് ബോഡിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഊണില്ല, ഉറക്കമില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനിയൊന്ന് റിലാക്സ് ചെയ്യാനുള്ള സമയമാണ്. നന്നായിട്ടൊന്ന് ഉറങ്ങും. നിങ്ങളുടെ ഉറക്കമൊക്കെ പോയിട്ട് ഒത്തിരി നാളായെന്ന് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ശരീരം ഒത്തിരി ടയേർഡാണ്. ഒന്നിനും തിടുക്കപ്പെടേണ്ട. നിങ്ങളുടെ ജോലി, നിങ്ങൾ ചെയ്യുന്ന വർക്കെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഓവറായിട്ടാണ് ചെയ്യുന്നത് അത്. അപ്പോൾ ഒന്നിനും തിടുക്കപ്പെടേണ്ട. നിങ്ങൾ വെപ്രാളപ്പെട്ട് സാഹസികതകൾ ചെയ്ത് മൈൻഡ് ബോഡി ഒന്നും കളയണ്ട. നിങ്ങൾ ചെയ്യുന്ന വർക്കെല്ലാം ഭഗവാൻ കാണുന്നുണ്ട്. നിങ്ങൾക്ക് അർഹതപ്പെട്ടത് എന്താണോ അത് ടൈം ആകുമ്പോൾ നിങ്ങളിലോട്ട് തന്നെ വന്ന് എത്തുന്നതാണ്. നിങ്ങൾക്കൊരു വീട് മാറ്റം, സ്ഥലം മാറ്റത്തിനൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ അതിലോട്ടൊന്ന് ഫോക്കസ് ചെയ്യുക. ഒരു ചേഞ്ച് നിങ്ങളുടെ ബോഡിക്കും മൈൻഡിനും വേണം എന്ന് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഒന്ന് പ്രാർത്ഥിക്കുക കേട്ടോ. നിങ്ങൾ നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും. മനസ്സിന് ഇച്ചിരി റെസ്റ്റ് കൊടുക്കണം. ഇവിടെ എടുത്ത് പറയുന്നുണ്ട്, നിങ്ങളുടെ ബോഡിക്കും അത് വേണം. പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രവർത്തന മേഖല ഏതായിരുന്നാലും അതിലൊരു സക്സസ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കേണ്ട ആവശ്യകത ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അംഗീകരിക്കപ്പെടാനുള്ളൊരു സമയമായിട്ടുണ്ട് കേട്ടോ. പുറം ലോകം അറിയപ്പെടാനുള്ളൊരു സമയമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് മറ്റുള്ളവരെ ആക്സെപ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് ഒത്തിരി പ്രശംസയൊക്കെ കിട്ടാനുള്ള സാധ്യതയാണ് വരുന്നത്. ന്യൂ ക്രിയേഷൻ തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പിന്നെ ലാസ്റ്റ് കാർഡിൽ ബി ഹംബിൾ. നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും നിങ്ങൾ എളിമയോട് ചെയ്യുക. ആരോടും ദേഷ്യം വേണ്ട, സമാധാനം, പേഷ്യൻസ് വേണം. പിന്നെ ഫ്രസ്ട്രേഷൻ ഒന്നും ഇവിടെ കൊണ്ടുപോയാൽ ഒന്നും വില പോയില്ല. അതുകൊണ്ട് നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം കൃത്യമായിട്ട് ചെയ്യുക. പേഷ്യൻസ് വേണമെന്ന് ഇവിടെ ഇടയ്ക്ക് എടുത്ത് പറയുന്നുണ്ട്. പുതിയ തുടക്കം, ഞാൻ ഇവിടെ നേരത്തെ ന്യൂ ക്രിയേഷനിൽ പറഞ്ഞതുപോലെ തന്നെ പുതിയ തുടക്കം, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അംഗീകരിക്കപ്പെടാനുള്ള സമയമായിട്ടുണ്ട്. ഇത് വീണ്ടും ഒന്നുകൂടെ ഭഗവാൻ ഇവിടെ ഉറപ്പ് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വർക്ക് നന്നായിട്ടൊന്ന് ഫോക്കസ് ചെയ്യുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക, ബോഡിക്ക് ആവശ്യമായിട്ടുള്ള റെസ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇതാണ് റീഡിങ്. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.